കഴിഞ്ഞ 4 വർഷത്തിൽ സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിൽ നടന്ന കരാർ നിയമനങ്ങളിൽ കൃത്യമായ കണക്കില്ലാതെ സർക്കാർ. കരാർ ജീവനക്കാരുടെ എണ്ണം എത്ര എന്ന നിയമസഭയിലെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. സംവരണ തത്വം ഉൾപ്പെടെ അട്ടിമറിച്ചാണ് ഇത്തരം നിയമനങ്ങൾ നടക്കുന്നത്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കരാർ നിയമനങ്ങളുടെ മറവിൽ പാർട്ടി അനുഭാവികളെയും പ്രവർത്തകരെയും വൻതോതിൽ വിവിധ വകുപ്പുകളിൽ തള്ളിക്കയറ്റുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ ശക്തമാണ്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആരോപണമുണ്ടല്ലോ, ഈ ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരം കണക്കുകൾ ഒരുപക്ഷെ നിയമസഭയിലേക്ക് ഒന്നും വരാത്തത്. പ്രജിത്ത്, വീണ, അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽക്ക് സംസ്ഥാനത്ത് വലിയ തോതിൽ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും അതിൽ CPM-ൻ്റെയും CITU-ൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കുത്തിനിറയ്ക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇത് സംബന്ധിച്ച് ജനം TV വളരെ കാലമായി സമാനമായ രീതിയിലുള്ള നിരവധി വാർത്തകളും നൽകി വരുന്നുണ്ട്. ഓരോ വകുപ്പുകളിലും ഉണ്ടാകുന്ന കരാർ നിയമനങ്ങളെ തുറന്നു കാണിക്കുന്ന വാർത്തകൾ നമ്മൾ ജനം TV പലവട്ടമായി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിയമസഭയിൽ പോലും സർക്കാർ ഇത്തരത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാത്തത് എന്ന് വേണം കാണാൻ. കാരണം താൽക്കാലിക നിയമനങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി കൂടുന്നുണ്ട്, വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ഒരു കണക്കെന്ന നിലയിൽ പുറത്തേക്ക് വരാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വിവരാവകാശ പ്രകാരമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ചില വകുപ്പുകളിൽ നിന്നുള്ള നാമമാത്രമായ തസ്തികകളിലെ താൽക്കാലികക്കാരുടെ വിവരങ്ങൾ മാത്രമാണ് പലപ്പോഴും നൽകുക. പൂർണ്ണമായ തോതിൽ വിവരങ്ങൾ ആരാഞ്ഞാൽ സമാനമായ മറുപടി, അതായത് വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കാറുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിലും സ്വീകരിച്ചിട്ട് എന്നുള്ളതാണ്. ഇനി ആ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട, അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വിവിധ സർക്കാർ വകുപ്പുകളിലും കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലും സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയിട്ടുള്ള കരാർ നിയമനങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിച്ചത്. എന്നാൽ ഇത്തരം വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന കരാർ നിയമനങ്ങളായതിനാൽ തന്നെ സർക്കാർ തലത്തിൽ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് ശേഖരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതോടൊപ്പം തന്നെ ഈ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും അതിലും കണക്കുകൾ ക്രോഡീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആകെ എത്ര താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രിയുടെ മറുപടി കണക്കുകൾ ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ മറുപടി എന്നുള്ളത്. സംസ്ഥാനത്ത് പല PSC ലിസ്റ്റുകളും ഇപ്പോഴും നിയമനങ്ങൾ പൂർണ്ണമാകാതെ നിൽക്കുകയാണ്. കാരണം ആ തസ്തികകളിലെല്ലാം താൽക്കാലികക്കാരിക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ നിയമനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പല ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യമുണ്ട്. ഉള്ള ഒഴിവുകളിൽ തന്നെ താൽക്കാലികക്കാരെ പിൻവാതിൽ നിയമനത്തിലൂടെ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് അത് തുടർ വാർത്തകളായി പുറത്തു വന്നിട്ടും അത്തരം വിവരങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ തലത്തിൽ ക്രോഡീകരിച്ച് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വീണ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവിധ വകുപ്പുകളിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ ഭരണകക്ഷിക്കാരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ട് തന്നെയാണ്. വീണ, ശരി.